പാഠം 184. സമയമില്ല പോലും. ഞാൻ ഇറങ്ങാ. ഇവിടുന്ന് എവിടെ പോയി കിടക്കും? ഓ ഇതാ ഞാൻ വരുന്നു മോഹനട്ടാ. ഞാൻ രാവിലെ 9:30 എന്നും ആഫീസിൽ പോകുന്ന നിനക്കറിയാലോ. അപ്പോ എന്നെ കൊണ്ടിങ്ങനെ വിളിപ്പിക്കാതെ ഇവിടെ വന്ന് നിന്നൂടെ? എന്താ മോഹനട്ടാ? രാവിലെ പോവുകയാണെന്ന് നിന്നോട് പറയാൻ വേണ്ടി മാത്രം എത്ര സമയമായി നിന്നെ കാത്തിരിക്കുന്നറിയോ? എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ സമയം ലാഭിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എന്നോട് പറയാതെ പോവുക. ഒരു ദിവസം മോഹനട്ടൻ പറയാതെ പോയിന്ന് വെച്ച് എനിക്കൊരു വിഷമമുണ്ടാവില്ല. പറഞ്ഞിട്ടേ പോവുന്നാണെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോവുക. അതല്ലാതെ ഭാര്യയെ രാവിലെ ഇവിടെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പോവാൻ ഇത് സിനിമയൊന്നുമല്ലല്ലോ. ഓഹോ, രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഭാര്യയോട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറയുന്നതിൽ പോലും കാര്യമില്ല എന്നാണോ നീ പറയുന്നത്? എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എനിക്ക് 9:45 ഓഫീസിലെത്താനുള്ളതാ. അതിനിടയിൽ ഇവിടെ വന്ന് മോഹനേട്ടൻ പോകുന്ന നേരത്ത് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളായി നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ. അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക. നീയൊക്കെ എപ്പോഴും ഇങ്ങനെ സമയമില്ല സമയമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് എനിക്ക് മനസ്സിലാവാത്തത്. സമയം പിന്നെ എവിടെ പോയി? കുറച്ചു നാൾ മുമ്പ് വരെ ആവശ്യത്തിന് സമയം ഉണ്ടായിരുന്നല്ലോ. സമയം എപ്പോഴും ഒരുപോലെ അല്ലല്ലോ മോഹനേട്ടാ. നമ്മുടെ ജോലി ഭാരവും ഉത്തരവാദിത്വം കൂടുന്നതിനനുസരിച്ച് സമയം കുറഞ്ഞു കുറഞ്ഞു വരും. കള്ളം, പച്ചക്കള്ളം. ഞാൻ റവന്യൂ വകുപ്പ് ജോയിൻ ചെയ്യുമ്പോ ഒരു UD ക്ലർക്കായിരുന്നു. അന്നും ഞാൻ രാവിലെ 9:30 ഇവിടെ നിന്നിറങ്ങി നടന്നാണ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പ്രമോഷൻ കിട്ടി ഇപ്പൊ ഞാൻ വില്ലേജ് ഓഫീസറായി. ജോലിഭാരം കൂടിയില്ലേ, ഉത്തരവാദിത്തം കൂടിയില്ലേ. പക്ഷേ ഇപ്പോഴും ഞാൻ 9:30 ഇവിടെ നിന്നിറങ്ങി നടന്നു തന്നെയാണ് ഓഫീസിൽ പോകുന്നത്. എന്റെ ഒരു കാര്യവും നടക്കാതെ പോകുന്നില്ലല്ലോ. എല്ലാവർക്കും മോഹനേട്ടനെ പോലെ പറ്റില്ലല്ലോ. പറ്റാത്തത്? ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോ നീ ഒരു സാധാ വക്കീല്, ഇപ്പോഴും നീ ഒരു സാധാ വക്കീല്. പിന്നെ എങ്ങനെ ജോലി ഭാരം കൂടി? ഉത്തരവാദിത്വത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ. വക്കീലന്മാർക്ക് എന്തോന്ന് ഉത്തരവാദിത്വമാണ്. അത് മാത്രമല്ല, നിനക്കിപ്പോ ഒരു സ്കൂട്ടറുണ്ട്. നടന്നു പോയ കാലത്ത് നിനക്കുണ്ടായിരുന്ന സമയം സ്കൂട്ടർ വാങ്ങിക്കഴിഞ്ഞപ്പോ കുറഞ്ഞു പോയത് എങ്ങനെയാ? ജീവിതത്തിലെ സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് സമയം ബാക്കി വരികയല്ലേ വേണ്ടത്? മോഹനേട്ടാ, ഇതൊക്കെ വെറുതെ തർക്കിക്കാൻ മാത്രമേ കൊള്ളൂ. മോഹനേട്ടൻ എവിടെ നിന്ന് തർക്കിച്ചു? എനിക്ക് ആഫീസിൽ പോയിട്ട് 100 കൂട്ടം പണിയുണ്ട്. സോറി. പോയാ? അങ്ങനെ പോയാലെങ്ങനെ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഫോൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരാളോട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോകണമായിരുന്നു. അരമണിക്കൂർ നടന്ന് ഒരിടത്ത് പോയി ഒരു കാര്യം പറഞ്ഞ് തിരിച്ചു വരുന്ന സ്ഥാനത്ത് ഇപ്പോ 1 മിനിറ്റ് മതി. ഫോണുണ്ടല്ലോ, അപ്പോ സമയം ബാക്കി വരികയാണല്ലോ വേണ്ടത്. എന്റെ പൊന്നു, തർക്കിക്കാൻ ഞാനില്ല. മോഹനേട്ടന്റെ ഉച്ചയൂണ് ചോറ്റുപാത്രത്തിലാക്കി അടുക്കള വെച്ചിട്ടുണ്ട്. വൈകിട്ട് ഞാൻ താമസിച്ചാൽ ഒന്നെങ്കിൽ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കണം, അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് കുടിച്ചിട്ട് വരണം. ഞാൻ നിന്നോട് ഇന്നലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, അത് നീ മറന്നു. അതേത് കാര്യം? ഇത് കർക്കിടക മാസമാണ്. കർക്കിടകത്തിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ പോരാ. കർക്കിടക കഞ്ഞിയുടെ കാര്യം എന്തായി? ഒന്നും ആയില്ല. ഈ തിരക്കിനിടയിൽ ഇനി കർക്കിടക കഞ്ഞികൾ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സമയമില്ല മോനേട്ടാ. നോക്ക്, പിന്നെയും പറയുന്നു സമയമില്ല സമയമില്ല എന്ന്. പണ്ടത്തെ ആളുകൾ കർക്കിടകത്തിൽ ഔഷധ മൂല്യമുള്ള കർക്കിടക കഞ്ഞിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. അവർക്ക് അതിനുള്ള സമയമുണ്ടായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ കർക്കിടക മഴ തകർത്തു പെയ്യുമ്പോ അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങാനോ പറമ്പിൽ പണിയെടുക്കാനോ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കർക്കിടക കഞ്ഞിയും കുടിച്ച് രാമായണവും വായിച്ച് അങ്ങനെ ഇരിക്കുക. ഇപ്പൊ അത് നടക്കുവോ? അതെ, കർക്കിടക കഞ്ഞിയെ കുടിക്കുന്നാണെങ്കിൽ ഏതേലും കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. ഇപ്പൊ അതും കിട്ടും, പ്ലാസ്റ്റിക് കൂടുതലാക്കിയിട്ട്. വരട്ടെ, ഇനിയും തർക്കിച്ചോളെ സമയമില്ല. സോറി, ടാറ്റാ. വന്നു ഒന്നിനും സമയമില്ല, ആർക്കും സമയമില്ല. അല്ല, എനിക്ക് മനസ്സിലാകാത്തത് ഈ സമയം പിന്നെ എവിടെ പോയി?
ഹലോ, ആ ഞാൻ വരിക. ഒരു 10 മിനിറ്റ് എടുക്കും. ആ ഓ അറിയാം. ഹലോ ഹലോ ഹലോ. ഈശ്വര, ഓഫായി പോയല്ലോ. ഫോണൊന്ന് ചാർജിനിടാമെന്ന് ഇന്നലെ മുതൽ കരുതിയത്. സാരല്ലേ, അവിടെ ചെന്നിട്ട് ചാർജിനിടാം. ഇതിനെന്ത് പറ്റി? ഇവിടെ വരെ ഓടി വന്നല്ലേ ഈ വണ്ടി? ഒരു ആവശ്യം വരുമ്പോ ഈ നാട്ടിലൊരു ഓട്ടം പോലുമില്ലേ? അതെ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കോ. ഇവിടെ അടുത്ത് ഓട്ടോ കിട്ടുന്ന എവിടെയാ? ഈ സമയത്ത് പാടാ. ജംഗ്ഷനിലെ ഓട്ടോ ഒക്കെ സ്കൂൾ പിള്ളേരെ കൊണ്ട് പോയതായിരിക്കും. ആ വഴിയുണ്ട്. നമുക്ക് നമ്മുടെ ഉത്തമനെ വിളിക്കാലോ. അയ്യോ, ഇത് ഓഫായി പോയിരിക്കുകയാണല്ലോ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? സാറേ സാറേ, സാറേ നമ്മുടെ സുകുമാരന്റെ കടലാസ് ഇതുവരെ ശരിയായില്ലേ സാറേ? സാറിന്റെ വീട്ടിലോട്ട് ഞാൻ വരികയായിരുന്നു. കടലാസ് ശരിയാക്കുന്നത് എന്റെ വീട്ടിലല്ലല്ലോ, വില്ലേജ് ഓഫീസിലാണ്. അതല്ല, വേറെ കുറച്ച് പരിപാടികളുണ്ട് സാറേ. ഇപ്പൊ തന്നെ 10 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഓഫീസിലോട്ട് വരാൻ പറ്റൂല. അപ്പൊ വീട്ടിൽ വന്ന കാര്യം പറയാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. 1 മണി കഴിഞ്ഞ് ഓഫീസിലേക്ക് വന്നാ ശരിയാക്കി തരാം. അല്ല, 1 മണി കഴിഞ്ഞ് സമയമില്ല സാറേ. 1 മണി കഴിഞ്ഞ സമയമില്ലേ? ആര് പറഞ്ഞില്ലെന്ന്? 2 മണിയുണ്ട്, 3 മണിയുണ്ട്, 4 മണിയുണ്ട്, 4:30, 4:45, 5 മണി വരെ ഓഫീസിൽ സമയമുണ്ട്. അതല്ലേ സാറേ, ഞാനൊന്ന് പറയട്ടെ സാറേ. ഉത്തമനൊന്നും പറയണ്ട. കാര്യം ഇവിടെ വരൂ. ഓ, ഇവിടെ എന്താ നിൽക്കൂ. വരെ തന്നെ നിന്ന്. എന്ത് സാറേ? കർക്കിടക കഞ്ഞി കുടിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഈ കർക്കിടക കഞ്ഞിയും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തമ്മിൽ എന്താണ് ബന്ധം? കർക്കിടക കഞ്ഞിയും കൈവശാവകാശ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധമില്ല. പക്ഷേ കർക്കിടക കഞ്ഞിയും ആരോഗ്യവും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലും അറിയാതെ 24 മണിക്കൂറും ഒരു സ്കൂട്ടറും എടുത്തോണ്ട് സമയമില്ല എന്നും പറഞ്ഞ് ഓടി നടക്കുന്നത് ശരിയല്ല. സാർ ഇപ്പൊ പ്രസംഗിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകണമെങ്കിൽ പോയി കർക്കിടക കഞ്ഞി ഉണ്ടായി കുടിച്ചിട്ട് വാ. സർട്ടിഫിക്കറ്റും അപ്പ തരാം. അത് അങ്ങനെ അല്ലല്ലോ സാർ, ഈ സമയമില്ലാത്തത്. സമയമുണ്ട്, ആവശ്യത്തിന് സമയമുണ്ട്. മനസ്സിലായല്ലോ? ഇനി നോക്കുന്നില്ല പ്രശ്നമാണ്. ഇതിവിടെ ഇരിക്കട്ടെ, നടക്കാം. നടന്നാലെങ്കിലും ഒരു ഓട്ടോ കിട്ടും നോക്കാലോ. വക്കീലേ, വണ്ടി ഇവിടെ വെച്ചിട്ട് പോകണം. കാലം വല്ലാത്ത കാലമാണേ. തിരിച്ചു വരുമ്പോ വണ്ടി എല്ലാവരും എടുത്തോട്ട് പോവേ. സമയമില്ലാത്ത നേരത്തെ ഈ വണ്ടിയുടെ ഭാഗം ദ്രോഹം. നിർത്തൂ നിർത്തൂ. ഹലോ ഹലോ, ഇതൊക്കെ എന്തത്യാവശ്യം പോവാ? ഇനിയിപ്പോ എന്ത് ചെയ്യൂ ദൈവമേ? പിന്നല്ലാതെ എന്നോട് കൊഞ്ചാൻ വന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടന്റെ അടവ് കയ്യിൽ വെച്ചാ മതി. ഇത് പോലീസിനെ വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ ആള് പ്രാണനും കൊണ്ട് ഓടി. നമ്മളിതെത്ര കണ്ടതാ. കാള വാല് പൊക്കുന്നത് കാണുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവുമല്ലോ. എന്തായത്? ആഫീസ് സമയത്ത് ജോലി ചെയ്യാതെ ഫോൺ വിളിച്ചോണ്ടിരിക്കുക? അത് പിന്നെ അല്ല സാർ, ഞാൻ ശിശുപാലനോടെ താലൂക്ക് ഓഫീസിൽ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. കാഞ്ചനയോ? വന്നിട്ടില്ല. വന്നിട്ടില്ലെന്ന് മനസ്സിലായി. എന്താ വരാത്തത് എന്നാണ് ചോദിച്ചത്. അത് കാഞ്ചന സാറിനോട് നേരിട്ട് ചോദിച്ചാലേ അറിയൂ.
കാഞ്ചന വരുമ്പോ എന്നെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്ന് പറയണം. സ്വയംപ്രഭേ, കളക്ടറേറ്റിലേക്ക് അയക്കാനുള്ള ഫയലൊക്കെ റെഡിയായോ? സമയം കിട്ടിയില്ല സാർ. എന്താ സമയം കിട്ടാത്തത്? സാർ, ഈ ഓഫീസിലെ 3 പേര് ചെയ്യേണ്ട ജോലി ഞാനും കാഞ്ചന സാറും കൂടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ സമയം കിട്ടില്ലെന്നൊക്കെ വരും. എന്ത് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും സമയമില്ല, സമയമില്ല, സമയം കിട്ടിയില്ല ഒക്കെ നിങ്ങളുടെ ഉഴപ്പാ. മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസറായി ഇരിക്കുന്നിടത്തോളം ഇത് നടക്കില്ല. സമയം ഉണ്ടാവണം, കാര്യങ്ങൾ നടന്നിരിക്കണം. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ആ ഫയൽ റെഡി ആയില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്നെ പിടിച്ചങ്ങ് വിഴുങ്ങിക്കളയും. കാര്യം നിസ്സാരം